ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാധാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി പോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസമാണ് രാധാഷ്ടമി. രാധ ജനിച്ച ദിവസം. എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ. അപ്പോൾ ഞാനിന്ന് രാധാഷ്ടമിയായിട്ട് ഒരു ചെറിയ കീർത്തനമാണ് പറഞ്ഞു തരുന്നത്. 8 ലൈനുണ്ടതിൽ ഇതിൻ്റെ വിവർത്തനവും. അപ്പോൾ നോക്കാം. ശ്രീ രാധികാസ്തവം. ആദ്യമായി ഭഗവാൻ കൃഷ്ണനെയും ശ്രീ രാധാറാണിയെയും പ്രണമിക്കാം. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. അപ്പം നോക്കാം. രാധേ ജയ ജയ മാധവ ദയിതേ ഗോകുല തരുണി മണ്ഡലമഹിതേ ദാമോദര രതി വർദ്ധന വേഷേ ഹരിനിഷ്കുട വൃന്ദ വിപിനേശേ വൃഷഭാനുദതി നവ ശശിലേഗേ ലളിതാസഖി ഗുണ രമിത വിശാഖേ കരുണാം കുരുമയി കരുണാപരിതേ സനക സനാതന വർണ്ണിത ചരിതേ. ഇതിൻ്റെ വിവർത്തനം നോക്കാം. ഭഗവാൻ മാധവൻ്റെ പ്രേമഭാജനമായ രാധികേ, ഗോകുലത്തിലെ യുവതരുണികളാൽ ആരാധിക്കപ്പെടുന്നവളെ, നിനക്ക് എല്ലാ സ്തുതികളും. ഭഗവാൻ ദാമോദരൻ്റെ പ്രേമത്തെ വർദ്ധിപ്പിക്കുമാറ് നീ എന്നെ അലങ്കരിക്കുന്നു. നിനക്ക് എല്ലാ സ്തുതികളും. ഭഗവാൻ ഹരിയുടെ ആനന്ദ നികുഞ്ചങ്ങളായ വൃന്ദാവനത്തിൻ്റെ രാജ്ഞിയായ അല്ലയോ രാധേ, വൃഷഭാനുവിൻ്റെ സമുദ്രത്തിൽ നിന്നും ഉദിച്ചുയർന്ന ചന്ദ്രികെ, ലളിതയുടെ സഖിയെ, കൃഷ്ണനോടുള്ള വിശ്വസ്തത, പ്രേമം, കാരുണ്യം അത്ഭുത ഗുണങ്ങളാൽ നീ വിശാഖയെ നിൻ്റെ വിശ്വസ്തതയാക്കുന്നു. അല്ലയോ കരുണാസമുദ്രമേ, നിൻ്റെ അതീന്ദ്രിയ ഗുണങ്ങൾ സനകൻ, സനാതനൻ തുടങ്ങിയ ശ്രേഷ്ഠ ഋഷിവര്യന്മാരാൽ വർണ്ണിപ്പിക്കപ്പെടുന്നു. അല്ലയോ രാധികെ, എന്നിൽ കാരുണ്യം ചൊരിഞ്ഞാലും. ഇതാണ് ഈ കീർത്തനത്തിൻ്റെ വിവർത്തനം. എനിക്കിത് വായിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഇത് വൈഷ്ണവ ഗീതങ്ങൾ എന്ന ബുക്കിലാണ് ഈ ശ്ലോകം ഉള്ളത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.